ഭാരമില്ലാത്ത രാജകുമാരി. കുറേ വർഷങ്ങൾക്ക് മുൻപേ ഒരു രാജാവും റാണിയും താമസിച്ചിരുന്നു. അവർ കുഞ്ഞിനായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഇതുവരെ ആരും കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ ഒരു കൊച്ചു രാജകുമാരി ജനിച്ചു. മുഴുവൻ രാജ്യവും അത് വളരെ സന്തോഷം ആഘോഷിച്ചു. രാജാവ് സ്വയം സ്വീകരണം എഴുതി വേണ്ടപ്പെട്ടവരായ ആൾക്കാർക്ക് വേണ്ടി കൂട്ടുകാരെ, കുടുംബക്കാരെ, അച്ഛനമ്മമാരെയും മന്ത്രവാദികളെയും കൊച്ചിന്റെ പേരിടൽ കർമ്മത്തിനായി. പക്ഷേ രാജാവ് ഒരു പേര് മാത്രം മറന്നു, ഒരു മന്ത്രവാദിനിയുടെ. എല്ലാവരിലും ഏറ്റവും ശക്തിശാലി, എല്ലാവരിലും ഏറ്റവും ദുഷ്ടയായ മന്ത്രവാദിനിയെ ആ ആഘോഷത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവൾ ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോയി. രാജാവ് അവളെ അവിടെ കണ്ട് അതിശയിച്ചില്ല. കാരണം അദ്ദേഹത്തിന് ഓർമ്മയില്ലായിരുന്നു അദ്ദേഹം സ്വീകരണം അയച്ചിരുന്നോ ഇല്ലയോ എന്ന്. സ്വാഗതം, എന്റെ മകളെ നിങ്ങൾ അനുഗ്രഹിക്കണം. വളരെ തീർച്ചയായും മഹാരാജൻ. എവിടെയാണ് ആ കുഞ്ഞുമാലാഖ? അമ്മ അവളെ ഉടനടി തന്നെ കൊണ്ടുവരും. രാജാവ് അവരെ ഉറപ്പായിട്ടും മറന്നതായതുകൊണ്ട് ഒരു തെറ്റുമില്ലായിരുന്നു. ആ കാര്യം ആ മന്ത്രവാദിനിയെ കൂടുതൽ ദേഷ്യത്തിലാക്കി. അങ്ങനെ അവൾ പകരം ചോദിക്കാൻ തീരുമാനിച്ചു. പേരിടൽ ചടങ്ങ് തുടങ്ങാൻ പോയപ്പോൾ സുഗന്ധവെള്ളം രാജകുമാരിയുടെ മുകളിൽ തളിക്കാൻ സമയമായപ്പോൾ ആ മന്ത്രവാദിനി ആരുമറിയാതെ അതിലൊരു മാന്ത്രിക വെള്ളം ഇട്ടിരുന്നു. ആ വെള്ളം തളിച്ചതും ആ കുഞ്ഞിന് അവളുടെ എല്ലാ ഭാരവും നഷ്ടപ്പെട്ടു. ഗുരുത്വാകർഷണത്തിനെതിരായി തുടങ്ങി അവൾ. കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരുന്ന നേഴ്സിന് പെട്ടെന്ന് മനസ്സിലായി രാജകുമാരി അവളുടെ കയ്യിലില്ല എന്ന്. രാജകുമാരിയുടെ ഭാരം ഇപ്പോൾ ശൂന്യമായിരുന്നു. അയ്യോ, എന്താണിത്? ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് തന്നെ നേഴ്സ് കുഞ്ഞിനെ വിട്ടു. പക്ഷേ കുഞ്ഞ് താഴെ വീണില്ല. അവൾ കാറ്റത്ത് തൂങ്ങിക്കിടന്നു. എന്റെ മകൾ, ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇതിനൊരേ അർത്ഥമുള്ളൂ, രാജകുമാരി ശപിക്കപ്പെട്ടിരിക്കുന്നു. അവർ കുഞ്ഞിനെ തിരിച്ചു പിടിച്ചു. പക്ഷേ ഭാരമില്ലായ്മ വലിയ പ്രശ്നമല്ല എന്ന് തോന്നിക്കാം. പക്ഷെ അത് രാജകുമാരിക്കും മാതാപിതാക്കൾക്കും എന്തു പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഒരു ദിവസം രാജകുമാരി കട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ റാണി അറിയാതെ ജനല് തുറന്ന് അവിടെ നിന്നും പോയി. ഒരിളം കാറ്റ് അതിലൂടെ വന്നു. എന്നിട്ട് ഒരു ചെറിയ തൂവൽ അല്ലെങ്കിൽ ഒരു മൺതരിയെ പറപ്പിക്കുന്നത് പോലെ ആ പാവം കുഞ്ഞിനെ മുറിക്ക് വെളിയിലേക്ക് ജനലിലൂടെ കൊണ്ടുപോയി. നേഴ്സ് വന്ന് നോക്കിയപ്പോൾ കണ്ടു രാജകുമാരി അവിടെ ഇല്ല. അയ്യോ, കുഞ്ഞെവിടെ? റാണി ചിലപ്പോൾ എടുത്തുകൊണ്ട് പോയി കാണും. എന്റെ രാജകുമാരി എവിടെ? എനിക്ക് എന്റെ സുന്ദരിയായ മകളെ കാണാൻ കൊതിയാവുന്നു. എന്നോട് ക്ഷമിക്കും മഹാറാണി, പക്ഷെ ഞാൻ വിചാരിച്ചു രാജകുമാരി അങ്ങയുടെ കൂടെയാണെന്ന്. എന്ത് മണ്ടത്തരമാണിത്! പക്ഷേ അവളെവിടെ? ഒരു വലിയ തിരച്ചിൽ തന്നെ കൊട്ടാരത്തിൽ നടത്തി. തോട്ടക്കാരൻ തോട്ടത്തിൽ ഇലകൾ പെറുക്കുകയായിരുന്നു. അവൻ ഒരു കരിയില തോട്ടത്തിന്റെ ഇടയിൽ നിന്നും ചിരിക്കുന്ന ശബ്ദം കേട്ടു. എന്താണത്? എന്റെ ദൈവങ്ങളെ, ഇത് രാജകുമാരിയാണല്ലോ. എന്റെ മകൾ എന്തിയേ? മഹാരാജൻ, നമ്മുടെ തോട്ടക്കാരൻ കുഞ്ഞിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ദിവസം മുതൽ രാജാവും റാണിയും വളരെയധികം ഭയന്നു. അവർ രാജകുമാരിയെ നോക്കാൻ ആൾക്കാരെ വെച്ചു, അതും ദിവസത്തിൽ ഓരോ നിമിഷവും. അവൾ അഥവാ ഉറങ്ങുകയാണെങ്കിൽ അവളുടെ മുടി കട്ടിലിന്റെ താഴെ കെട്ടിവെക്കും. അങ്ങനെ അവൾക്ക് അനങ്ങാനേ സാധിക്കില്ല. അവൾ എഴുന്നേറ്റിരിക്കുകയാണെങ്കിൽ അവൾ ആരുടെയെങ്കിലും കയ്യിൽ തന്നെയായിരിക്കും. ഒരു ദിവസം രാജാവ് അവളെ കാറ്റത്ത് പൊക്കി കളിക്കാൻ നോക്കി, ശക്തിശാലിയായ അച്ഛനമ്മമാർ ചെയ്യുന്നത് പോലെ. പക്ഷേ രാജകുമാരി താഴെ വന്നേയില്ല. അവളെ ഒരു ഏണി വെച്ച് വേണമായിരുന്നു താഴെ ഇറക്കാൻ. രാജകുമാരി വലുതായപ്പോൾ അവൾക്ക് നടക്കാനേ പറ്റുന്നില്ലായിരുന്നു. അവൾ കാല് താഴെ വെച്ചതും ഒരു ചെറിയ ശക്തി കൊണ്ടാണേലും അവൾ കാറ്റത്ത് പറക്കുമായിരുന്നു. അതുകൊണ്ട് അവൾ എപ്പോഴും നടക്കാൻ നേരത്ത് ചുമക്കണമായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ചുറ്റും അവളുടെ ഉടുപ്പ് പിടിക്കാൻ 20 സേവകർ ഉണ്ടായിരുന്നു. അവൾ പറന്നു പോകാതിരിക്കാൻ ഒരു ഭാരവുമില്ല എന്നർത്ഥം.
രാജകുമാരിയുടെ ഹൃദയത്തിൽ ഭാരമുണ്ടാവില്ല എന്നതും കൂടിയാണ്. അവൾക്കൊരിക്കലും സങ്കടം വരാറില്ലായിരുന്നു. അവൾ സംസാരിക്കാത്ത സമയം മുഴുവനും അവൾ ആകെ ചെയ്തുകൊണ്ടിരുന്നത് ചിരിക്കുക എന്ന് മാത്രം. നമ്മൾ സ്വയം സങ്കടം ഉള്ളിൽ അനുഭവിച്ചില്ല എങ്കിൽ മറ്റുള്ളവരുടെ സങ്കടം മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾക്ക് മറ്റുള്ളവരുടെ സങ്കടം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾക്ക് നല്ല മനസ്സോ സ്നേഹമോ കാണിക്കാനൊക്കില്ല. അതുകൊണ്ട് രാജകുമാരി നല്ല മനസ്സിനുടമയല്ലായിരുന്നു. മകളെ, ഞങ്ങൾ നിന്നെ കുറിച്ച് വേവലാതിപ്പെടുന്നു. നിങ്ങൾ അത് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നു. പൊന്നുമകളെ, നീ ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ലേ? നീ ഞങ്ങളെക്കുറിച്ച് പോലും സ്നേഹിക്കുന്നില്ലേ? എന്താണ് ഈ ശുശ്രൂഷ സ്നേഹം? ഞാൻ പറന്നു നടക്കുന്നതിൽ സന്തോഷിക്കുന്നു. നിങ്ങൾ അങ്ങനെ മുഖമുണ്ടാക്കുമ്പോൾ എനിക്ക് വളരെയധികം ചിരി വരുന്നു. ഇനി നിങ്ങൾ എന്നെ വിട്ടാൽ ഞാൻ പൊക്കോളാം. പക്ഷേ രാജകുമാരി സങ്കടത്തിലായിരുന്നു. അവളുടെ ഭാരമില്ലായ്മ അവളെ അതൊരിക്കലും അനുഭവപ്പെടുത്തിയില്ലെങ്കിലും അവൾക്ക് എപ്പോഴും ആൾക്കാർ കൂടെ ഉള്ളത് ഇഷ്ടമല്ലായിരുന്നു. നിങ്ങൾക്ക് എന്നെ ഒന്ന് വെറുതെ വിടാൻ വയ്യേ? ഞങ്ങളോട് ക്ഷമിക്കൂ രാജകുമാരി, പക്ഷെ രാജാവ് സ്വയം തന്നെ അങ്ങയെ നോക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. കാരണം ആ കാറ്റ് അങ്ങയെ എപ്പോഴും കൂടെ കൊണ്ടുപോകുന്നു. അതാണ് കുഴപ്പം. ദയവായി, എനിക്ക് കൂട്ടിൽ കിടക്കുന്ന ഒരു മൃഗത്തെ പോലെ തോന്നുന്നു. എന്നെ വെറുതെ വിടൂ. ഞങ്ങളോട് ക്ഷമിക്കൂ രാജകുമാരി, പക്ഷെ രാജാവും റാണിയും അങ്ങയെക്കുറിച്ച് വളരെ വേവലാതിപ്പെടുന്നു. നിങ്ങളെ കാറ്റ് കൊണ്ടുപോയാലോ എന്ന് പേടിച്ച് അങ്ങേക്ക് പരിക്ക് പറ്റിയേക്കാമെന്ന്. രാജകുമാരിക്ക് ഒരു തടവുകാരിയുടെ അനുഭവമായിരുന്നു. അവൾ ഒറ്റയ്ക്കായിരിക്കാൻ എത്രമാത്രം ആഗ്രഹിച്ചു. ഒരേയൊരു സ്ഥലമുണ്ടായിരുന്നു അവിടെ അവൾക്ക് ശാന്തതയും സമാധാനവും തോന്നിയിരുന്നു. കൊട്ടാരത്തിന്റെ അടുത്ത് ഒരു വലിയ നദിയുണ്ടായിരുന്നു. രാജകുമാരി എന്നും അതിൽ നീന്തുമായിരുന്നു. ഇവിടെ മാത്രമായിരുന്നു അവളെ കാറ്റ് കൊണ്ടുപോകാതെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവൾ കാല് വെച്ച് മുകളിലേക്ക് പൊങ്ങിപ്പോകാതെ ഇരിക്കുന്നത്. അവൾ വെള്ളത്തിലായിരിക്കുന്ന സമയം അവൾ ഒറ്റയ്ക്കായിരുന്നു. അവൾ ആഗ്രഹിച്ചു എന്നേക്കുമായി ഒറ്റയ്ക്കാകാൻ. അവൾ അതിൽ തന്നെ നീന്താൻ ആഗ്രഹിച്ചു, മുഴുവൻ ദിവസവും രാത്രിയും. ഈ സമയം രാജാവും റാണിയും ഡോക്ടർമാരുടെ സഹായം തേടുകയായിരുന്നു. നമ്മുടെ രാജ്യത്തെ വൈദ്യരുടെ, മനോരോഗ വിദഗ്ധരുടെ, സന്യാസികളുടെ, മന്ത്രവാദികളുടെ ഒക്കെ. പക്ഷെ ആരും അവർക്ക് സമാധാനം നൽകിയില്ല ആ മകളുടെ കാര്യത്തിൽ. അങ്ങനെ ഒരു ദിവസം രാജകുടുംബത്തിലെ വിദ്വാൻമാരായ ഹംഡ്രമും കോപ്പി കേക്കും രാജാവിന്റെ അടുത്തെത്തി. മഹാരാജൻ, ഞങ്ങളുടെ കയ്യിൽ രാജകുമാരിയുടെ ഗ്രാവിറ്റിയുടെ കുഴപ്പത്തെക്കുറിച്ച് പരിഹാരമുണ്ട്. പറയൂ, എന്താണത്? നമുക്കറിയാമല്ലോ, വെള്ളം രാജകുമാരിയെ ഭേദമാക്കുന്നു എന്നുള്ള കാര്യം. ഭാരമില്ലാതെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് കുറച്ചു നേരത്തേക്ക് രാജകുമാരി വെള്ളത്തിൽ കിടക്കുമ്പോൾ രാജകുമാരിക്ക് സന്തോഷമുണ്ടാകുന്നുണ്ട്. അപ്പോൾ വെള്ളം ശരീരത്തിന്റെ ഉള്ളിൽ കൂടെ പോയാൽ അവർ ഭേദമായാലോ എന്നൊരു സംശയമുണ്ട് ഞങ്ങൾക്ക്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മഹാരാജൻ, നമ്മൾ രാജകുമാരിയെ കരയിപ്പിക്കണം. അങ്ങനെ അവരുടെ ഭാരം കുറയുള്ളൂ. അങ്ങനെ രാജാവ് രാജ്യം മുഴുവനും പ്രഖ്യാപിച്ചു, രാജകുമാരിയെ കരയിപ്പിക്കുന്ന ആളിന് സമ്മാനം ലഭിക്കുമെന്ന്. അങ്ങനെ രാജ്യത്തെ കുറെ പ്രജകളും ശ്രമിച്ചു നോക്കി. പക്ഷെ ആർക്കും രാജകുമാരിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിപ്പിക്കാനായില്ല. അത് വളരെ നല്ല തമാശയായിരുന്നു. എല്ലാവരും രാജകുമാരി വീണ്ടും ഭേദമാകുമോ എന്നുള്ള ചിന്തയിലായിരുന്നു. അങ്ങനെ ഒരു ശുഭദിനം ഒരു രാജകുമാരൻ കാട്ടിലൂടെ പോവുകയായിരുന്നു. അവൻ ആ രാജകുമാരിയെ കുറിച്ച് എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അവരെ കാണുവാൻ ഒരു താല്പര്യവുമില്ലായിരുന്നു. അങ്ങനെ രാത്രിയായപ്പോൾ കൊട്ടാരത്തിൽ വിശ്രമിക്കാമെന്നുള്ള ചിന്ത കളഞ്ഞു. അവൻ ഒരു ഗുഹ കണ്ടുപിടിച്ചു, അതും കാട്ടിനകത്ത്. അന്നത്തെ രാത്രി അവിടെ കഴിഞ്ഞുകൂടാമെന്ന് കരുതി അവൻ തീ കത്തിക്കാൻ വിറക് തേടി കാട്ടിനകത്തേക്ക് പോയപ്പോൾ തടാകത്തിൽ ആരോ മുങ്ങുന്നതായി അവൻ കണ്ടു. അവൻ വിചാരിച്ചു ആരോ വെള്ളത്തിൽ മുങ്ങുകയാണെന്ന്. അവൻ രക്ഷിക്കാനായി വെള്ളത്തിൽ എടുത്തു ചാടി. അത് ആ രാജകുമാരി തന്നെയായിരുന്നു. അവൻ രാജകുമാരിയെ പൊക്കിയെടുത്തതും അവന് ഭാരമില്ലായ്മ അനുഭവപ്പെട്ടു. അവന് മനസ്സിലായി അത് ആ ശാപം കിട്ടിയ രാജകുമാരിയാണെന്ന്. അത് വളരെ വൈകിയിരുന്നു. അവന്റെ ദൃഷ്ടി രാജകുമാരിയിൽ വീണതും രാജകുമാരന് രാജകുമാരിയെ ഇഷ്ടമായി.
എന്നെ വെള്ളത്തിൽ നിന്നും പുറത്തെടുക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ കരുതി നീ മുങ്ങുകയായിരിക്കുമെന്ന്. എന്ത് അസംബന്ധമാണ്? നീ ഇനി എന്നെ തിരിച്ചു വെള്ളത്തിൽ കൊണ്ടുപോയി ഇടൂ. നീ അതേ ഭാരമില്ലാത്ത രാജകുമാരിയല്ലേ? നീ ഒരിക്കലും വീഴത്തില്ലേ? എനിക്ക് വീഴാൻ സാധിക്കില്ല. ഞാൻ കാറ്റായി പറക്കും എല്ലായിടത്തും, അറിയാമോ? എന്നാൽ നിനക്കെന്റെ ഒപ്പം വരാൻ വിരോധമുണ്ടോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് രാജകുമാരൻ രാജകുമാരിയെ കൊണ്ട് വെള്ളത്തിൽ എടുത്തു ചാടി. അത് രാജകുമാരിയെ ഏറ്റവും ആഹ്ലാദിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അത്? ഞാൻ അനുഭവിച്ചതിൽ ഏറ്റവും നല്ല നിമിഷമായിരുന്നു അത്. അങ്ങനെ രാജകുമാരനും രാജകുമാരിയും എന്നും രാത്രി തടാകത്തിന്റെ അടുത്ത് കാണുമായിരുന്നു. ഒരുമിച്ച് നീന്തുമായിരുന്നു. രാജകുമാരിക്ക് സ്നേഹിക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ രാജകുമാരൻ അവളെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. അവളെ സന്തോഷിപ്പിക്കാൻ അവന് ഇഷ്ടമായിരുന്നു. അവൾ അടുത്ത് നീന്തുന്നത് കാണുവാനും അവന് ഇഷ്ടമായിരുന്നു. അങ്ങനെ തന്നെ അവൻ ബാക്കി ജീവിതം ജീവിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ വിധി അവരുടെ വേറെ തന്നെയായിരുന്നു. രാക്ഷസി രാജകുമാരിയുടെ തടാകത്തിനോടുള്ള സ്നേഹം അറിഞ്ഞു. അപ്പോൾ രാക്ഷസി തടാകം വറ്റിപ്പോകാൻ ഒരു ശാപം ശപിച്ചു. പതുക്കെ കുറേശ്ശെ തടാകം വറ്റാൻ തുടങ്ങി. അതിനോടൊപ്പം രാജകുമാരിയും തളർന്നു. എന്റെ ദൈവമേ, നമ്മുടെ മകൾക്ക് ഇത് എന്താണ് സംഭവിച്ചത്? എനിക്ക് തോന്നുന്നു നമ്മുടെ രാജകുമാരിയുടെ മനസ്സ് ഇപ്പോഴും ആ തടാകത്തിൽ കൂടിയിരിക്കുകയാണെന്ന്. നമ്മൾ ആ തടാകം ശരിയാക്കിയില്ലെങ്കിൽ നമുക്ക് രാജകുമാരിയെയും രക്ഷിക്കാനാവില്ല മഹാരാജൻ. ഒരു ദിവസം തടാകം മുഴുവനും മുങ്ങിപ്പോയപ്പോൾ ചില ചെറിയ ചെറിയ കുഴിയുടെ അടുത്ത് രണ്ടാളുകൾക്ക് ഒരു കല്ലിന്റെ താഴെ ഒരു സ്വർണ്ണ പ്ലേറ്റ് കിട്ടി. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ആളുകൾക്ക് വേണ്ടി ഈ തടാകം വേണമെങ്കിൽ ഒരാളുടെ ജീവൻ ഇതിനു അർപ്പിക്കണം. പക്ഷെ അയാൾ പൂർണ്ണ മനസ്സോടെ ജീവൻ അർപ്പിക്കാൻ തയ്യാറാകണം. അവൻ ആ വറ്റിയ തടാകത്തിൽ തന്നെ ഇരിക്കണം, വെള്ളം അവനെ പൂർണ്ണമായും മുക്കുന്നതുവരെ. രാജാവ് ഈ കാര്യം അറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരറിയിപ്പ് രാജ്യത്തിലെ എല്ലായിടത്തും വിട്ടു. ഇനി ആരും തടാകത്തിനായി ജീവൻ കൊടുക്കാൻ തയ്യാറായില്ല. കാട്ടിലൂടെ രാജകുമാരൻ രാജാവിന്റെ അറിയിപ്പ് എങ്ങനെയോ അറിഞ്ഞു. പെട്ടെന്ന് തന്നെ അവൻ കൊട്ടാരത്തിലേക്ക് ചെന്നു. ബഹുമാനപ്പെട്ട മഹാരാജൻ, ഞാൻ എന്റെ ജീവിതം ആ തടാകത്തിനായി സമർപ്പിക്കുന്നു. പക്ഷെ ഒരേ ഒരു വ്യവസ്ഥയിൽ. അതെന്താണ്? ഞാൻ മരിക്കുന്നതുവരെ ആ രാജകുമാരി എന്റെ ഒപ്പം ഉണ്ടാകണം. എന്നിട്ട് വെള്ളം എന്റെ മുകളിലൂടെ പോകുന്നതുവരെ എന്നെ രാജകുമാരി നോക്കണം. രാജകുമാരി എന്നെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. എന്നിട്ട് എനിക്ക് ബിസ്ക്കറ്റ്സും തരണം. കാരണം വെള്ളം എന്റെ മുകളിലൂടെ പോകുന്നതുവരെ ഞാൻ വിശന്ന് മരിക്കാൻ പാടില്ല. നിന്റെ വ്യവസ്ഥകളെല്ലാം അംഗീകരിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരിക്കൽ ആ തടാകം നിറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മകൾക്ക് ഭേദമാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ രാജകുമാരൻ ആ തടാകത്തിലിരുന്നു. രാജകുമാരിയെ ഒരു ബോട്ടിൽ കൊണ്ടുവന്നു. അവൾ അവനെ കണ്ടു. പക്ഷെ ഒരു പരിചയവും കാട്ടിയില്ല അവൾ. ഹൃദയത്തിൽ സ്നേഹമോ കാരുണ്യമോ ബാക്കിയില്ലായിരുന്നു അവളിൽ. രാജകുമാരൻ ഇരുന്നതും വെള്ളം പതുക്കെ നിറയാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അത് മുട്ടുവരെ എത്തി അവന്റെ. ബോട്ട് കുറച്ച് പൊങ്ങിയപ്പോൾ രാജകുമാരിക്ക് സന്തോഷമായി. എന്റെ ബോട്ട് പൊങ്ങി, ഈ വെള്ളം പൊങ്ങുകയാണ്. എന്റെ തടാകം മരിച്ചിട്ടില്ല. നമുക്ക് വീണ്ടും ഇവിടെ നീന്താം. രാജകുമാരാ, നമുക്ക് വീണ്ടും പണ്ടത്തെ പോലെ തന്നെ ഇവിടെ നീന്താം. നിന്റെ കൂടെ വീണ്ടും നീന്തണം എന്നു മാത്രമാണ് എന്റെ അന്ത്യാഭിലാഷം. പക്ഷേ എനിക്ക് സാധിക്കില്ല. ഈ തടാകം നിറയണമെങ്കിൽ ഞാൻ മരിക്കണം. അങ്ങനെ തന്നെ നീയും ജീവിക്കും. ജീവിതത്തിൽ ആദ്യമായിട്ട് രാജകുമാരിയുടെ ഹൃദയം ഒന്ന് പിടച്ചു. രാജകുമാരൻ മരിക്കില്ലേ എന്നവൾ ആഗ്രഹിച്ചു. പതുക്കെ വെള്ളം പൊങ്ങുന്നത് കണ്ടു അവൾ. ആദ്യം അവന്റെ പാതി വരെ, പിന്നീട് നെഞ്ചുവരെ, പിന്നീട് താടി വരെ. വെള്ളം അവന്റെ മൂക്കുവരെ എത്തിയപ്പോൾ അവൾക്കിതെല്ലാം സഹിക്കാനായില്ല. അവൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. എന്നിട്ട് രാജകുമാരനെ പുറത്തേക്ക് വലിച്ചു. രാജകുമാരനെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും അവന് ശ്വാസം തീരെയില്ലായിരുന്നു. രാജകുമാരി വളരെയധികം ഭയന്നു, കരയാൻ തുടങ്ങി. ഇതുവരെ ആരും കരയാത്ത ഒരു കരച്ചിലായിരുന്നു അത്. ഡോക്ടർ വന്നു, അവനെ പരിശോധിച്ചു. രാജകുമാരനെ അവളുടെ അറയിൽ വെക്കണമെന്ന് അവൾ ശാഠ്യം പിടിച്ചു. രാജകുമാരിക്ക് സ്വയം തന്നെ വയ്യാതെയായിട്ടും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അതൊരു വിഷമിപ്പിക്കുന്ന രാത്രി തന്നെയായിരുന്നു രാജകുടുംബത്തിൽ. പിറ്റേ ദിവസം രാജകുമാരി എണീറ്റു. രാജകുമാരൻ അതുപോലെ തന്നെയായിരുന്നു.
അവനെ നോക്കി അവൾ വീണ്ടും കുറച്ചുകൂടി കരഞ്ഞു. എന്റെ രാജകുമാരാ, എണീക്കൂ, എണീക്കൂ, പ്ലീസ്, പ്ലീസ്, മരിക്കരുതേ ഒരിക്കലും. അത് കേട്ടതും രാജകുമാരൻ കണ്ണു തുറന്നു പുഞ്ചിരിക്കാൻ തുടങ്ങി. രാജകുമാരി സന്തോഷത്തോടെ കട്ടിൽ നിന്നും ഇറങ്ങി ചാടാൻ തുടങ്ങി. പറക്കാൻ ശ്രമിച്ചു, പക്ഷെ അവൾ താനെ വീണു. ഔച്ച്! രാജകുമാരി, നിങ്ങൾ പറന്നില്ല, നിങ്ങൾ വീണു. അതെ, എനിക്കത് കാണാം. രാജകുമാരി, നിങ്ങൾക്ക് ഭാരം തിരിച്ചു കിട്ടിയല്ലോ. രാജകൊട്ടാരം നിറയെ സന്തോഷമായിരുന്നു. അവർ ആഘോഷിക്കുകയായിരുന്നു. ഒരിക്കലും ഇല്ലാത്ത അത്രയും സന്തോഷം. തടാകവും കവിഞ്ഞൊഴുകാൻ തുടങ്ങി. രാജകുമാരൻ ജീവനോടെ ആരോഗ്യത്തോടെയുമായിരുന്നു. രാജകുമാരിക്ക് അവളുടെ ഭാരവും തിരിച്ചു കിട്ടി. അവൾ നടന്നു പഠിച്ചു. എല്ലാം വളരെ നന്നായി നടക്കുകയായിരുന്നു. രാജകുമാരനും രാജകുമാരിയും സ്നേഹത്തിലായി. അവർ വിവാഹിതരായി. നീന്തിയും നടന്നും അവരവരുടെ രാജ്യം ഭരിച്ചു. അവർ സന്തോഷത്തോടെ ജീവിച്ചു.